ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു താരവും ധരിക്കാത്ത ജേഴ്സി ഇന്ന് മെസ്സി അണിയുന്നുണ്ട്. അതിന്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഒരു ഫുട്ബോൾ ജേഴ്സി കണ്ടാൽ സാധാരണ നമ്മൾ എന്താണ് നോക്കുക? ടീമിന്റെ ലോഗോ, കളറുകൾ, സ്പോൺസർ, അത്രയൊക്കെയാണ്. പക്ഷേ 2026 ലോകകപ്പിൽ ലയണൽ മെസ്സി ധരിക്കുന്ന അർജന്റീന ജേഴ്സി ഒരു സാധാരണ ജേഴ്സി അല്ല. അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഥകളിലൊന്നാണ്. ഒരു മനുഷ്യന്റെ കരിയർ, അവന്റെ നേട്ടങ്ങൾ, അവൻ കടന്നുപോയ വഴികൾ, അവൻ നേടിയ അംഗീകാരങ്ങൾ എല്ലാം ഒരു തുണിക്കഷ്ണത്തിൽ തുന്നിച്ചേർത്തിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കാരണം മെസ്സിയുടെ ജേഴ്സിയിൽ കാണുന്ന ഓരോ ബാഡ്ജിനും ഓരോ ചരിത്രം, ഓരോ പാച്ചിനും ഓരോ കഥയുണ്ട്. ആ കഥകളെല്ലാം ചേർന്നപ്പോൾ ഈ ലോകകപ്പിലെ ഏറ്റവും സ്പെഷ്യൽ ജേഴ്സി മറ്റാരുടേതുമല്ല, അത് ലയണൽ മെസ്സിയുടേതാണ്. ആദ്യം നെഞ്ചിന്റെ മധ്യത്തിൽ കാണുന്ന ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ബാഡ്ജ്. ലോകകപ്പ് നേടിയ രാജ്യത്തിന്റെ ജേഴ്സിയിൽ മാത്രം കാണാൻ കഴിയുന്ന ബാഡ്ജാണത്. 2022 ഖത്തറിൽ അർജന്റീന ലോകകപ്പ് ഉയർത്തിയപ്പോൾ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് ഈ ബാഡ്ജ്. ലോക ചാമ്പ്യന്മാരെന്ന് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്ന അടയാളം. വർഷങ്ങളോളം മറഡോണയുടെ സ്വപ്നം, അർജന്റീനയുടെ സ്വപ്നം, മെസ്സിയുടെ സ്വപ്നമായിരുന്ന കിരീടം നേടിയ ശേഷമാണ് ആ ബാഡ്ജ് മെസ്സിയുടെ നെഞ്ചിലെത്തിയത്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ജേഴ്സിയുടെ കൈഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഗോൾഡ് വേൾഡ് കപ്പ് സ്ലീവ് പാച്ച്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേക സ്ലീവ് പാച്ച് ഉണ്ടാകും. എന്നാൽ നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്നത് ഗോൾഡൻ പതിപ്പാണ്. അതായത് അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ വെറും ഒരു ടീമായി അല്ല വരുന്നത്, ലോകത്തെ വെല്ലുവിളിക്കുന്ന നിലവിലെ ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നത്. ആ ഗോൾഡൻ നിറം വെറും ഡിസൈൻ അല്ല, അതൊരു മുന്നറിയിപ്പാണ്. ഞങ്ങളാണ് ഇപ്പോഴും ചാമ്പ്യന്മാർ എന്ന പ്രഖ്യാപനം. അടുത്തത് വരുന്നത് മെസ്സിയെ മറ്റെല്ലാവരിൽ നിന്നും വേർതിരിക്കുന്ന ഒരു പ്രത്യേക അംഗീകാരമാണ്, ദ ലീഗസി പാച്ച്. ഒരു ലോകകപ്പിൽ കളിക്കുക വലിയ കാര്യമാണ്, 2 ലോകകപ്പിൽ കളിക്കുക അതിലും വലിയ കാര്യമാണ്. പക്ഷേ 5 ലോകകപ്പുകളിലോ അതിലധികമോ പങ്കെടുക്കാൻ താരങ്ങൾ ഫുട്ബോൾ ചരിത്രത്തിൽ വളരെ വിരളമാണ്. അത്തരക്കാരെ ആദരിക്കാനാണ് ഫിഫ ഈ ലീഗസി പാച്ച് നൽകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഗില്ലർമോ ഒച്ചോവക്കും ചില അപൂർവ ഇതിഹാസങ്ങൾക്കും ഈ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മെസ്സിയുടെ കാര്യത്തിൽ കഥ വീണ്ടും മറ്റൊരു തലത്തിലേക്ക് പോകും. കാരണം അദ്ദേഹം വെറും 5 ലോകകപ്പുകളിൽ മാത്രമല്ല കളിച്ചത്. 2006 മുതൽ 2026 വരെ ലോകകപ്പുകളിൽ കളിച്ച ചരിത്രത്തിലെ ആദ്യ താരമാണ് മെസ്സി. എന്നാൽ മെസ്സി ലോകകപ്പ് വേദിയിൽ മാത്രം 2 പതിറ്റാണ്ട് നിലനിന്നു. അതുകൊണ്ട് ഈ പാച്ചിന് അദ്ദേഹത്തിന്റെ ജേഴ്സിയിൽ കൂടുതൽ വില ലഭിക്കുന്നു. അടുത്തതാണ് ഗോൾഡൻ ബോൾ റെക്കഗ്നൈസേഷൻ പാച്ച്. ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള അംഗീകാരമാണ് ഗോൾഡൻ ബോൾ. ലോകകപ്പ് ജയിക്കുന്നത് ഒരു കാര്യമാണ്, പക്ഷെ ഒരു മുഴുവൻ ടൂർണമെന്റിലെയും ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. 2014-ലും 2022-ലും ഈ ബഹുമതി സ്വന്തമാക്കിയ ഏക താരം ലയണൽ മെസ്സി. അതായത് ഒരു ലോകകപ്പിൽ മാത്രമല്ല, 2 വ്യത്യസ്ത തലമുറകളിൽ, 2 വ്യത്യസ്ത ടീമുകളായി, 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നാണ്. ഈ ബാഡ്ജുകൾ ഓരോന്നായി നോക്കുമ്പോൾ അവ വെറും പാച്ചുകൾ മാത്രമാണ്. പക്ഷെ എല്ലാം ഒരുമിച്ച് ജേഴ്സിയിൽ വന്നപ്പോൾ അതൊരു ചരിത്ര രേഖയായി മാറും. ലോക ചാമ്പ്യന്റെ ബാഡ്ജ്, ഗോൾഡൻ സ്ലീവ് പാച്ച്, ലീഗസി പാച്ച്, ഗോൾഡൻ ബോൾ അംഗീകാരം, ഒരു താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എല്ലാം ഒരേ ജേഴ്സിയിൽ. അതുകൊണ്ടാണ് 2026 ലോകകപ്പിൽ മെസ്സിയുടെ ജേഴ്സി കാണുമ്പോൾ നമ്മൾ പലരും ഒരു കിറ്റ് മാത്രമായി കാണാത്തത്. നമ്മൾ കാണുന്നത് ഒരു യുഗമാണ്, ഒരു തലമുറയുടെ ഓർമ്മകളാണ്. ഒരു മനുഷ്യൻ അസാധ്യമായ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കി എന്നതിന്റെ തെളിവാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ പല മഹാന്മാരും വന്നിട്ടുണ്ട്, പല കിരീടങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു ജേഴ്സിയിൽ മാത്രം നോക്കിയാൽ തന്നെ അതിന്റെ പിന്നാലെ കഥ മനസ്സിലാക്കുന്ന താരങ്ങൾ വളരെ കുറവ്. ലയണൽ മെസ്സി ഒരു പേര് മാത്രമല്ല, ഫുട്ബോൾ എന്ന കളിയുടെ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രമാണ്. ദ ലെജൻഡ് ഓഫ് ദിസ് ഗെയിം, ദിസ് ഗോൾ.